നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഞാവലിനെ കുറിച്ചാണ്. അധിക വരൾച്ചയുള്ള പ്രദേശങ്ങളിലൊഴികെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഡൽഹി, ഉത്തർപ്രദേശ്, കേരളം തുടങ്ങിയ പ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ഞാവൽ. മിർട്ടേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സിസിജിയം ക്യുമിനി എന്നതാണ്. സംസ്കൃതത്തിൽ ജംബു, നീലഫല, നന്ദി, മഹാസ്കന്ദ എന്നെല്ലാം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ജംബൂദ്വീപ് എന്നറിയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെ സമൃദ്ധമായി വളർന്നിരുന്ന ഞാവലായിരുന്നത്രേ. ഏകദേശം 25 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണിത്. ഏപ്രിൽ മെയ് കാലഘട്ടങ്ങളിലാണ് ഇത് പൂക്കുന്നത്. ഇതിൻ്റെ പുഷ്പം സുഗന്ധപൂരിതമാണ്. ഇതിൻ്റെ കായ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാവൽപ്പഴം. വളരെ അധികം രുചിയുള്ളതും ഭക്ഷ്യയോഗ്യവുമായ ഫലമാണ് ഞാവൽപ്പഴം. അതിൽ ഒരുപാട് വിത്തുകൾ അടങ്ങിയിട്ടുണ്ട്. പുളി, മധുരം, ചവർപ്പ് എന്നീ സമ്മിശ്ര സ്വാദ് അടങ്ങിയതാണ് ഇതിൻ്റെ ഫലം. ഇതിൻ്റെ ഒരു ദോഷവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നാവിൽ അതിൻ്റെ കളറ് പറ്റിപ്പിടിക്കും. ഞാവലിൻ്റെ വിത്തിൽ യുജിനോൾ എന്ന തൈലം അടങ്ങിയിട്ടുണ്ട്. ഇതൊരു ബാഷ്പീകരണ ശക്തിയുള്ള ഒരു തൈലമാണിത്. ഞാവലിൻ്റെ കൂട്ടത്തിൽ വെളുത്ത പഴങ്ങളുള്ളവയുമുണ്ട്. അതിനെ വെഞ്ഞാവൽ എന്നാണ് പറയുന്നത്. ഞാവലിൻ്റെ വിത്തിൽ സുഗന്ധതൈലം അടങ്ങിയിട്ടുണ്ട്. ജാംബോലിൻ എന്ന ഗ്ലൈക്കോസൈഡും അലുജിനിക് എന്ന അമ്ലഘടകവും ഇതിൻ്റെ തൈലത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. പ്രധാനമായും പ്രമേഹ രോഗങ്ങൾക്കാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഞാവൽ പഴത്തിൽ വൈറ്റമിൻ എ, ബി, സി, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ ഘടകങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. നിരവധി ഔഷധ മൂല്യങ്ങളുള്ള ഒരു വൃക്ഷമാണിത്. ആയുർവേദത്തിൽ പ്രമേഹത്തിന് ഇത് ഉത്തമമായി ഉപയോഗിച്ചു വരുന്നു. പാർശ്വഫലങ്ങളില്ലാതെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഞാവൽക്കുരുവിനോളം ശേഷി മറ്റൊരു ഔഷധത്തിനുമില്ലെന്നാണ് പറയപ്പെടുന്നത്. പ്രമേഹ രോഗികൾക്ക് ദേഹമാസകലമുണ്ടാകുന്ന കുരുക്കൾ, ഉണങ്ങാത്ത വ്രണങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് ഉത്തമമായൊരു ഔഷധമാണ്. പഴുത്ത ഫലം കഫം, പിത്തം, രക്തദൂഷ്യം, ചുട്ടുനീറ്റൽ തുടങ്ങിയ അസുഖങ്ങൾക്ക് ഉത്തമമായൊരു ഔഷധമാണ്. ഞാവൽപ്പഴത്തിൻ്റെ മജ്ജ മൂത്രവർദ്ധകവുമാണ്. ഞാവൽപ്പഴവും കുരുവും കുട്ടികളിൽ കാണുന്ന രക്താർബുദത്തിന് ഉത്തമമായൊരു ഔഷധം കൂടിയാണ്. ഇല, തൊലി, വേര്, ഫലം, വിത്ത് തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഞാവൽപ്പഴം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇങ്ങനെ ലേശം വായിൽ വെള്ളം വരും. കാരണം അതിന് കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ്. അത് ആ വയലറ്റ് കളറുള്ള പഴം കണ്ടാൽ തന്നെ എടുത്ത് കടിച്ച് തിന്നാൻ തോന്നും. പക്ഷെ അതിന് മറ്റുള്ള പഴങ്ങൾ കഴിക്കുമ്പോഴത്തെ സ്വാദില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ഏറ്റവും ഫലപ്രദമായത് അത് പ്രമേഹ ശമനമാണ്. അതങ്ങനെ ഞാവൽപ്പഴം അങ്ങനെ കുരുവോടുകൂടി ചവച്ചരച്ച ഈ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഔഷധം അല്ലെങ്കിൽ ഒരു ഫലമാണ്. അതുപോലെ ഈ ഞാവൽക്കുരു പൊടിച്ച് ദിവസേന ഒരു ടീസ്പൂണ് ചൂടുവെള്ളത്തിൽ കലക്കി കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം പെട്ടെന്ന് ശമിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഫലം ഈ അർഷ്യസിൽ ഈ മൂലക്കുരു ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഈ ഞാവൽപ്പഴം അങ്ങനെ സ്വരസായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഞാവലിൻ്റെ ഈ കുരു പൊടിച്ച് പൊടിയായിട്ട് കഴിക്കാം. പിന്നെ ഈ അസ്ഥിരുക്കത്തിന് ഈ ഞാവൽപ്പഴം കഴിക്കുക നല്ലതാണ്. അതായത് ഈ ഞാവൽ ചേർത്ത് ഈ പാടാജമ്പമറിയോരസിന് ഈ പുഷ്യാനക ചൂർണം എന്നൊരു പൊടിയുണ്ട്. അതിലൊന്ന് ചേരുന്ന ഒരു ഔഷധം ഈ ഞാവലത്തിൻ്റെ കുരു. അത് ഈ രക്തം അധികമായിട്ട് പോകുന്ന കണ്ടീഷനിൽ കൊടുക്കാവുന്ന ഒരു ഔഷധമാണ്. പിന്നെ ഈ വായലുണ്ടാകുന്ന മുറിവുകൾ, വായനാറ്റം, ഇതിനൊക്കെ ഈ ഞാവലിൻ്റെ ഈ സമൂലം എടുത്തിട്ട് കഷായം വെച്ചിട്ടോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് കുറയും.
പിന്നെ ഞാവലിൻ്റെ ഇലയ്ക്കൊരു പ്രയോഗം ഉണ്ട്. ഈ പൊള്ളിക്കഴിഞ്ഞ് ഈ പൊള്ളലിൻ്റെ ഉണ്ടായി ഉടനെ ഈ ഞാവലിൻ്റെ ഇല വാട്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ച് വാട്ടിയിട്ട് വെച്ച് ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളലും ഉണ്ടാവില്ല, പെട്ടെന്ന് മുറി ഉണങ്ങും.